ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള 3 ഇഫ്താർ സ്നാക്കുകൾ കണ്ടു നോക്കാം. അപ്പോൾ ഒന്ന് ബ്രെഡ് കോൺ സമൂസയാണ്, വേറെ ഒന്നെന്ന് പറയുന്നത് തലശ്ശേരി സ്പെഷ്യലായിട്ടുള്ള തേങ്ങാമുറി സ്നാക്കാണ് കേട്ടോ. ഇതിപ്പോൾ തലശ്ശേരി മാത്രമല്ല എല്ലായിടത്തും തയ്യാറാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബ്രെഡ് ബോക്സ് സ്നാക്കാണ്. ഈ ബ്രെഡ് ബോക്സ് സ്നാക്ക് എന്ന് പറഞ്ഞൊരു വ്യത്യസ്ത ഫില്ലിംഗ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് തലശ്ശേരി സ്പെഷ്യലായിട്ടുള്ള തേങ്ങാമുറി എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു. അതൊരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാട്ടോ യൂസ് ചെയ്തില്ല, ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ 1 ടീസ്പൂണ് വെളുത്തുള്ളി, അതും ചെറുതായിട്ട് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് 1 ടീസ്പൂണേ ഉള്ളൂ. അത് രണ്ടും നമുക്ക് ഇതിലിട്ടിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ 1 പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ആയിരിക്കും. പിന്നെ നമുക്കിതിലേക്ക് മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ, അതും ചേർത്ത് കൊടുക്കുക. അതും ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 50 ഗ്രാം ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് പിച്ചിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഓപ്ഷണലാണ്. അപ്പോൾ ഇത് ചിക്കനും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, ചിക്കൻ ഇല്ലാണ്ടേ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഉപ്പ് കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ, കുറച്ച് അധികം ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വലിയൊരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്തതായിരുന്നു. വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ചെറുതാണെങ്കിൽ 2 എടുക്കാം. അപ്പം ഞാനിവിടെ വലുതാണ് എടുത്തിട്ടുള്ളത്. വലുത് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലിട്ടിട്ട് നന്നായിട്ട് തന്നെ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ ഉപ്പ് കുറവാ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് ഇങ്ങനെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങിലൊക്കെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇങ്ങനെ കൈവച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ കോൺഫ്ലവർ ചേർക്കുന്നത് ഒന്ന് തിക്നെസ്സായി കിട്ടാൻ, ഈ മുട്ടയുടെ മിക്സ് കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു പരന്ന പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ വേണം. അതുപോലെ തന്നെ ഞാൻ 4 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 4 മുട്ട പുഴുങ്ങിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസുമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു മൈദ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ മുട്ട ഈ ഒരു മൈദയിൽ നമുക്കിങ്ങനെ കവർ ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്തുള്ള മിക്സ് ഇതിലേക്ക് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള, അപ്പോൾ നേരിട്ട് കോട്ട് ചെയ്തെടുക്കുമ്പോൾ വഴുതി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മൈദയിലൊന്ന് കവർ ചെയ്തിട്ട് കോട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ വഴുതി പോവില്ല കേട്ടോ. അപ്പോൾ 1 മുട്ടയിലേക്ക് തന്നെ അത്യാവശ്യം നമ്മുടെ ഒരു മസാല മിക്സ് വേണ്ടി വരും. അപ്പോൾ ഒരു 4 മുട്ടയിലേക്ക് ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള. അപ്പോൾ ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും, ഒന്ന് ചിലപ്പോൾ എല്ലാവരെ കൊണ്ട് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അത്രയും വലുതായിരിക്കും നമ്മുടെ ഈ ഒരു ഒറ്റ സ്നാക്ക് തന്നെ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് മുട്ട കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒന്ന് ഇവിടെ റെഡിയായി. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക. ആദ്യം മൈദ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. പിന്നെ ലാസ്റ്റ് ആണ് നമ്മളിത് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ 4 ചെയ്തെടുക്കുക. അപ്പോൾ 4 അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് ആദ്യം ഈ ഒരു ബ്രെഡിൻ്റെ മിക്സിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഒരു
തിന്നായിട്ടുള്ള ലെയറായിട്ടാണ് നമുക്കിത് കോട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകൂടെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് ബ്രെഡ് ക്രംസ് ഒക്കെ അതിൽ പറ്റി പിടിക്കുന്ന രീതിയിൽ ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല അതിൻ്റെ പുറത്തേക്കുള്ള കോട്ടിങ് നല്ല തിക്കായിട്ട് കിട്ടും. കറക്റ്റ് ഒരു തേങ്ങാമുറിയുടെ ആ ഒരു സ്ട്രക്ചറിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വീണ്ടും ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ബ്രെഡ് ക്രംസ് ഒന്നും ഓയിലിലേക്ക് ചാടിയിട്ട് കരിഞ്ഞു പോകുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ 4 ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഓയിലൊന്ന് ചൂടായ ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ചിക്കൻ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു തേങ്ങാമുറിയുടെ ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ഈ ഒരു സ്നാക്കിന് തേങ്ങാമുറി സ്നാക്ക് തന്നെ വരാനുള്ള കാരണം. കണ്ട, ഒരു തേങ്ങാമുറിയുടെ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് അടുത്ത രണ്ടാമത്തെ സ്നാക്ക് എന്താണെന്ന് കണ്ടു നോക്കാം. രണ്ടാമതായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് ബ്രെഡ് കോൺ സമൂസയാണ് കേട്ടോ. അപ്പോൾ അതും ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വെളിച്ചെണ്ണയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓയിൽ ഏത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യണത്. ഇനി നമുക്കതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതാണ്, അതുപോലെ തന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം ഞാനിവിടെ ചെറിയ അളവിൽ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒരു 4 ബ്രെഡ് കോൺ സമൂസ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം അങ്ങനെ അത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഒരു 1-2 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇങ്ങനെ കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അരിഞ്ഞിട്ടിട്ട് കൊടുത്താലും മതി. അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. ചിക്കനോ ബീഫോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഈ ചിക്കനിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കന് കൈവച്ചിട്ടൊന്ന് പിച്ചിട്ട് എടുത്തിട്ടാണ്. അപ്പോൾ ഫില്ലിങ്ങിൽ എന്ത് മാറ്റം വരുത്താലും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ഷവർമ ടേസ്റ്റിലുള്ള ഫില്ലിങ്ങോ എങ്ങനെ ആയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള ഒരു മിക്സ് റെഡി. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു മുട്ടയുടെ മിക്സ് ആ ഒരു ബ്രെഡിൽ കറക്റ്റ് നന്നായിട്ട് എന്താ പറയുക അബ്സോർബായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാൽ കൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഫില്ലിങ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ 4 സ്ലൈസ് ബ്രെഡിൻ്റെ അരികുവശം 4 എടുത്തിട്ടുള്ളത്. അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അത് ഞാൻ ബ്രെഡ് ക്രംസിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കളയൊന്നും വേണ്ട, നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ അത് 4 അങ്ങനെ ചെയ്തെടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഈ ഓരോ ബ്രെഡ് സ്ലൈസും ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബ്രെഡ് തന്നെ എടുക്കുമ്പോൾ പൊട്ടിപ്പോവുമൊന്നുമില്ല, പൊട്ടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ മെല്ലെ ഇങ്ങനെ നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അങ്ങനെ പരത്തിയെടുക്കുക. അങ്ങനെ 4 നമുക്ക് ഇതുപോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ പൊട്ടി പോകുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ബ്രെഡ് നോക്കിയിട്ട് എടുക്കുക. അങ്ങനെ 4 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു പശ തയ്യാറാക്കി എടുക്കണം. കുറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്നും പശ നമ്മൾ സമൂസക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ പശ കേട്ടോ. അപ്പോൾ അതോടെ സെറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ കോണാക്കിയിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ഈ ഒരു പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ കോണ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഹോൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോളൊക്കെ ഇങ്ങനെ പശ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി. ഇത് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ റോൾ, ബ്രെഡ് വെച്ചിട്ട് ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലായിട്ട് നമുക്ക് കിട്ടുക. കാണാനൊരു ഭംഗി ഉണ്ടാവും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ കൈൻ്റെ ഒരു വിരൽ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി കൊടുത്താലും മതി.
എന്നിട്ട് ഈ ഭാഗത്തും നമുക്ക് ആ ഒരു പശ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഹോളുകളുള്ളത് പ്രത്യേകം അടക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ അങ്ങനെ ഒന്ന് റെഡിയായി. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ഇത് 4ഉം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഫില്ലിങ് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു മുട്ടയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മുട്ട കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് വേണ്ടി വരില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അത് അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബ്രെഡ് ക്രംസിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ബ്രെഡ് ക്രംസ് ഇങ്ങനെ കട്ട കുത്തി പോകുന്നതിന് കാരണം നമ്മൾ ഈ ഒരു ഡിപ്പ് ചെയ്ത കൈ വെച്ചിട്ട് തന്നെ അത് ഇങ്ങനെ കോട്ട് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഒരു കൈ നമ്മൾ ഡിപ്പ് ചെയ്ത കയ്യിൽ അല്ലാണ്ട് മറ്റേ കൈ വെച്ചിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഈ ഒരു കൈ വെച്ചിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് മറ്റേ കൈ വെച്ചിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ബ്രെഡ് ക്രംസ് അങ്ങനെ കട്ട കുത്തൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ 4ഉം അതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ക്രോൺ സമൂസയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനൊരു ചട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി എല്ലാ ഭാഗവും ഒന്ന്. പിന്നെ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും ലോ ഫ്ലെയിമിലിടേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് കോൺ സമൂസ. കണ്ടാൽ അടിപൊളിയായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാൽ നമുക്ക് എണ്ണ കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്കും ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഈ വീഡിയോ ഇഷ്ടമായാലും മുമ്പത്തെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് 3ാമത്തെ റെസിപ്പി ഒന്ന് കണ്ടാൽ അത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം. ഒരു ബ്രെഡ് ബോക്സിൻ്റെ സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും ബ്രെഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആദ്യം ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്കും യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി, ഏകദേശം 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ റോസ്മെല്ലാം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഞാൻ ഇതും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു സവാളയുടെ പകുതിയാണ് ഇതിനും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ പീസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കില്ല, അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഒരു പച്ചമുളക് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഒരു പച്ചമുളക് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങളായിരിക്കും നേരത്തെ അതേ സെയിം ഫില്ലിംഗ് അല്ലേന്ന് ചെറിയ മാറ്റം വരുന്നുണ്ട് കേട്ടോ. ഇതൊരു വൈറ്റ് ഫില്ലിംഗ് ആണ്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അതുപോലെ കൈ വെച്ചിട്ട് പിച്ചിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചിക്കനിൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കാണ് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ പാലാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ മൈദ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെ 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതാണ് നമ്മുടെ ഫില്ലിങ്. അത് റെഡി ആയിട്ടുണ്ട്. ഇതവിടെ സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് അതിൻ്റെ ബ്രൗൺ പാർട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 6ൻ്റെയും സൈഡ് പോർഷനൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇത് നേരത്തെ ചെയ്ത പോലെ നമ്മളിങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പൊട്ടിപ്പോവാത്ത ബ്രെഡ് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നല്ല തിന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക.
ഇനി നമുക്ക് ചെയ്ത് കൊടുക്കുന്നത്, ഞാനിവിടെ കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. മയോണൈസ് നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള മയോണൈസ് തന്നെയാണ്, നമ്മൾ എഗ്ലെസ് ആയിട്ടുള്ള ഓയിൽ കുറച്ച് ചേർത്തിട്ടുള്ള മയോണൈസ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കവർ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കോട്ടിങ് വെച്ച് കൊടുക്കുക സെൻട്രലായിട്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. മയോണൈസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും, വേറെ ഗമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും അതേപോലെ തന്നെ ചെയ്യാം. മയോണൈസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും നമ്മുടെ ഈ ഒരു സ്നാക്കിന്. അപ്പോൾ ഈ മയോണൈസിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിലും നമുക്ക് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ 6 അല്ല കേട്ടോ, അതിലേറെ വീണ്ടും രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബ്രെഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രെഡ് ഓവറായിട്ട് സോക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട. അപ്പം പിന്നെ മുട്ട കുറേ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ പാലും, പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും, പിന്നെ നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ അത് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഓരോ ബ്രെഡ് ബോക്സും ഇതുപോലെ ആ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടെടുക്കുക. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ഇതും കോട്ട് ചെയ്തെടുക്കുന്നത്. മുട്ടയിൽ ഡിപ്പ് ചെയ്ത കൈ വെച്ചിട്ടല്ല ബ്രെഡ് ബോക്സ് ഇതിൽ ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ഇതായിരിക്കും കേട്ടോ, സ്നാക്കായിരിക്കും. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്ത ശേഷം നമുക്ക് ഓയിലൊന്ന് ചൂടാക്കി എടുക്കുക. ഓയിലും ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ 2 ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് ഒന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്